ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രതീഷ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രതീഷ് കുമാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 3 ബെഡ്റൂമുള്ളൊരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഫുൾ 3Dയും കുറിച്ചാണ്. ഈ വീഡിയോയിൽ ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ഇന്റീരിയലൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1676 സ്ക്വയർ ഫീറ്റ് ആണ്. ഒരു 16 മീറ്റർ വീതിയും 20 മീറ്റർ നീളവുമുള്ള ഒരു പ്ലോട്ടിൽ നമുക്ക് ഈ വീട് നിർമ്മിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി 1-2 ബെഡ്റൂമുകൾ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്യാവുന്നതാണ്. ഏകദേശം എല്ലാ ആഴ്ചകളിലും നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ ഡീറ്റെയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വ്യൂ. ഈ വീടിന് 3 ബെഡ്റൂമുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 16 മീറ്റർ വീതിയും ഒരു 20 മീറ്റർ നീളവുമുള്ള ഒരു പ്ലോട്ടിൽ നമുക്ക് ഈ വീട് നിർമ്മിക്കാവുന്നതാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 3 ബെഡ്റൂമുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇനി 1-2 ബെഡ്റൂമുകൾ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ചെയ്യാവുന്നതാണ്. ഈ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മളൊരു കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഫ്രണ്ട് സൈഡിലായിട്ട് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് നമ്മൾ നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിന്റെ റൈറ്റ് സൈഡിലായിട്ടും ചെറിയ രീതിയിലുള്ള ഒരു സ്പേസ് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഫ്രണ്ട് ഡോർ വരുന്നത്. ഈ കയറി എത്തുന്നത് തന്നെ അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ നൽകിയിട്ടുണ്ട്. TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയായിട്ടാണ് നമ്മൾ ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ കോമൺ ബാത്റൂം നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു കോമൺ ബാത്റൂമാണ് നമ്മൾ ഇവിടെയായിട്ട് നൽകിയിട്ടുള്ളത്.
ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ നൽകിയിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത്. ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ബെഡ്റൂമിന് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോമൺ ബാത്റൂം ഈ ബെഡ്റൂമിലുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്.
കൂടാതെ കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊരു ഡോറ് ഈ ഒരു ഭാഗത്തായിട്ടും നമ്മൾ നൽകിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനൊരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് നമ്മൾ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ പ്രത്യേകിച്ച് ബെഡ്റൂമുകളൊന്നും നമ്മൾ നൽകിയിട്ടില്ല. ജസ്റ്റ് കയറി എത്താനുള്ള ഒരു സ്പേസ് മാത്രമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ഇനി 1 or 2 ബെഡ്റൂമുകൾ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീടിന്റെ ഫുൾ 3D നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ ഹാഫ് 3D ഒന്ന് നോക്കാം. അപ്പോൾ ഈ വീടിന്റെ ഹാഫ് 3Dയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ പ്ലാൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഈ വീടിന്റെ പ്ലാൻ. ഇവിടെയായിട്ടാണ് കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് നമ്മൾ നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിന്റെ ഈ ഭാഗത്തായിട്ടും ചെറിയൊരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ സിറ്റ് ഔട്ടിന്റെ സ്പേസ് വരുന്നത് 230 സെന്റിമീറ്റർ നീളവും 200 മീറ്റർ വീതിയുമാണുള്ളത്. ഞാനതവിടെ മെൻഷൻ ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്. ഈ സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറിയെത്തുന്ന ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം വലിയൊരു ലിവിംഗ് ഏരിയ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ കയറിയെത്തുന്ന ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മൾ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മളൊരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ നിന്നും അത്യാവശ്യം മാറിയിട്ടാണ് ഈ ഒരു സ്പേസ് നമ്മൾ നൽകിയിട്ടുള്ളത്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ കോമൺ ആയിട്ടുള്ള ബാത്റൂം നമ്മൾ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു കോമൺ ബാത്റൂമാണ് നമ്മൾ ഇവിടെയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത്. കൂടാതെ ഈ ഒരു കോർണറിലേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ നൽകിയിട്ടുള്ളത്. കൂടാതെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ വീടിന്റെ കിച്ചൺ നമ്മൾ കൊടുത്തിട്ടുള്ളത്. കൂടാതെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് കയറിയെത്താനുള്ള ഒരു സ്പേസ് മാത്രമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ഈ വീടിന്റെ ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്കുള്ള സ്പേസ് 1380 സെന്റിമീറ്റർ ആണ്. കൂടാതെ ഇവിടെ നിന്നും ഈ ഭാഗത്തേക്കുള്ള സ്പേസ്
1570 സെന്റിമീറ്ററുമാണ്. ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1676 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ വീടിന്റെ പ്ലാനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.